സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒന്ന് ലയിച്ചാൽ അത്രയും നേരം നിന്ന് നിസ്കരിക്കുന്നതിന് ഒരു കുഴപ്പമുണ്ടാകൂല. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ നിസ്കാരവുമായിട്ട് ശരീരത്തെ അത്രയും ബന്ധിപ്പിച്ചത്. അവരൊക്കെ ഒരൊറ്റ രാത്രിയിൽ ഒരു സൂറത്തിൽ അങ്ങനെ ഓതി നിസ്കരിച്ചതും, അതുപോലെ തന്നെ രാത്രി നിസ്കാരം നീട്ടി ദീർഘമായി നിസ്കരിച്ചതൊക്കെ ആ രൂപത്തിൽ നിസ്കാരവുമായി മനസ്സും ശരീരവും ബന്ധപ്പെടുത്തിയിട്ടാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. രാത്രി നിസ്കാരം എന്ന് പറയുമ്പോൾ മനസ്സിനൊരു പ്രത്യേകമായ ഒരു ഉണർവും ഒരു ഭക്തിയും ലഭിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഒന്നുകൂടി അല്ലാഹു തആല അത് ഊന്നിപ്പറഞ്ഞത് വസബ്ബിഹു ലൈലൻ തവീല. രാത്രി നിസ്കാരം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ തങ്ങളെ ആകർഷിച്ചിരുന്ന ഒരു അമലാണ് നിസ്കാരം. അതെപ്പോഴാന്ന് ചോദിക്കുമ്പോൾ അതും രാത്രിയിൽ നിസ്കാരം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയും, രാത്രി നിസ്കാരത്തിന് തങ്ങൾ എഴുന്നേറ്റിട്ട് 10 റക്അത്ത് സുദീർഘമായ നിസ്കാരമായിരിക്കും. 11 റക്അത്ത് വിത്റാണ്. 10 റക്അത്ത് സുദീർഘമായ നിസ്കാരം. അത് ചിലപ്പോൾ 2 മണിക്കൂർ, ചിലപ്പോൾ 2.5 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂറൊക്കെ ഉണ്ടാകും ആ 10 റക്അത്ത്. സഹോദരങ്ങളെ, അത് കഴിഞ്ഞ് 1 റക്അത്ത് ബാക്കി ഉണ്ടാകുമ്പോ സുബ്ഹി വാങ്ക് കൊടുക്കാൻ ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ബാക്കിയുണ്ടാകും. 1 റക്അത്ത് ശേഷിക്കുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തും തഹജ്ജുദിന്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞങ്ങളെയൊക്കെ വിളിച്ചുണർത്തും. ഒരു വീടാണോ? അല്ല, 9 വീടുകളിലുള്ള ഉമ്മമാരെയും വിളിച്ചുണർത്തും. അവരെ മാത്രമാണോ? അല്ല, 10ാമത്തൊരു വീട്ടിൽ പോയി വിളിച്ചുണർത്തുന്നുണ്ട്. അതേതാ വീട്? സയ്യിദത്തുനാ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയും അലി റളിയല്ലാഹു അൻഹും താമസിക്കുന്ന വീട്. സുബഹി നിസ്കാരത്തിന് മരുവനെ വിളിക്കാൻ തീരുണ്ടോ? മകളെ മാപ്പിളിനെ പുതിയാപ്പിളിനെ പറഞ്ഞത്, നിങ്ങളെ നാട്ടിലുള്ള മരുവൻ എന്നുള്ള അർത്ഥത്തിലല്ല, മകളെ പുതിയാപ്പിളിനെ സുബഹിക്ക് വിളിക്കാൻ തീരുണ്ടെങ്കിൽ തന്നെ വലിയ ധൈര്യം. അപ്പോഴേക്ക് നമ്മളെ ആൾക്കാരെ ശഫായത്ത് വരും. 3 മണിക്കല്ലേ ഇന്നലെ വന്നത്, കുറച്ചേരം കൂടെ നിങ്ങൾ എന്തിനെങ്ങനെ ഇടങ്ങേറാക്കണ് ഒരാളെ ശഫായത്ത്, മറ്റേളാ വൈകിയല്ലേ വന്നത്, കുറച്ചേരം വന്നിട്ട് ആ കുറച്ചേരം കടന്നോട്ടെ എന്നുള്ള ആ ശഫായത്ത് സ്വീകരിക്കലോടുകൂടെ ആ സുബഹി പോയി. ആ വന്ന യാത്രയുടെ ഫലം മൊത്തം പോയി. യാത്ര വന്ന ഇശാവൊക്കെ നിസ്കരിച്ചിന്ന് പോയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. വിമാനത്തിൽ അങ്ങനെ എത്താൻ വൈകിയപ്പോൾ വീട്ടിലെത്താനും വൈകിയതാണ്, വേറെ പ്രശ്നമൊന്നുമല്ല. അങ്ങനെയാണ് സമയം വന്നത്. എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ സമയം രാത്രി 1 മണിയായി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഓടി ഇവിടെ എത്തുമ്പോഴേക്ക് 2-2:30 അങ്ങനെയാണ്. അതപ്പോൾ അങ്ങനെ വന്നിറങ്ങിയപ്പോൾ അങ്ങനെ കിട്ടിയതാണ്. അത് വിചാരിച്ചിട്ട് ഈ സുബഹി 2 റക്അത്ത് ഖളാക്കണ്ടല്ലോ. അപ്പൊ ഏതെങ്കിലും ഒരാൾ ശഫാഅത്ത് ചെയ്യുമ്പോൾ അപ്പോൾ ഇഖ്ലാസോടെ വിളിക്കാൻ പോയ ഉപ്പ വിചാരിക്കണം, എന്നാ നീ വിളിക്കണ്ട, കുറച്ചു നേരം ഇറങ്ങിക്കോട്ടെ. ആകെ 1 മണിക്കൂറും 10 മിനിറ്റോ 12 മിനിറ്റേ ഉള്ളൂ സുബഹി. അത് മൊത്തം അങ്ങോട്ട് പോയാൽ അപ്പൊ കുറച്ചേരം കൂടി ഉറങ്ങിക്കോട്ടെ എന്നുള്ളത് സ്വീകരിച്ച് ഇപ്പുറത്തേക്ക് മാറുമ്പോഴേക്ക് സുബഹി ഖളായി. അതിന് വഴിയൊരുക്കരുത്. അപ്പൊ നമ്മൾ തിരിച്ചു പറയേണ്ടത്, ഉറങ്ങിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, നിസ്കരിച്ചിട്ട് ഒന്ന് റാഹത്തിൽ പിന്നെ ഒന്ന് വിശ്രമിച്ചോട്ടെ. ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടാവും, യാത്രക്കാരനല്ലേ, എന്നാലോ 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, എന്നാ പിന്നെ അത് നഷ്ടപ്പെടൂലല്ലോ, നിസ്കരിച്ചോട്ടെ. ആ നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ക്ഷീണം മാറ്റിക്കോട്ടെ, മനുഷ്യനല്ലേ, സ്വാഭാവികമായിട്ടും ക്ഷീണം ഉണ്ടാവുമല്ലോ. അതേ സമയത്ത് നിങ്ങൾ നോക്ക്, ഈ 9 വീട്ടിലെ ഉമ്മമാരെ വിളിച്ചുണർത്തുന്നു തഹജ്ജുദിന്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാനാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുപ്പക്കാരി. ചെറിയ പെണ്ണല്ലേ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തൊട്ട് എന്നെ ഒന്ന് വിളിക്കുമ്പോഴേക്ക് ഞാൻ എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റ് ഉളു എടുത്ത് നിസ്കരിക്കാൻ നോക്കുമ്പോ തങ്ങൾ അപ്പുറത്തും 9 വീടുകളിലും വിളിച്ചുണർത്തും. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹും ഫാത്തിമ റളിയല്ലാഹു അൻഹയും താമസിക്കുന്ന വീട്ടിന്റെ അടുത്ത് പോയി, കതകിന്റെ അടുത്ത് പോയി നിന്നുകൊണ്ട് തങ്ങൾ ചോദിക്കുന്നു, അലാ തുസല്ലിയാൻ, എഴുന്നേൽക്കുന്നില്ലേ, നിസ്കരിക്കുന്നില്ലേ? സുബഹിയല്ല, രാത്രി നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. അത് ചോദിക്കുമ്പോഴേക്ക് തന്നെ 2 പേരും എഴുന്നേറ്റിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ മഹാനവർകൾ പറഞ്ഞു, അൻഫുസുനാ ബിയദില്ലാഹ്, അല്ലാഹു തആലാന്റെ നിയന്ത്രണത്തിലാണ് ഞങ്ങളുടെ ആത്മാവുകൾ. ഇൻഷാ
അള്ളാഹു ഉദ്ദേശിച്ചാൽ അള്ളാഹു ഞങ്ങളെ ഉണർത്തുമല്ലോ, ഇൻഷാ അബഅസന, റബ്ബ് ഉദ്ദേശിച്ചാൽ ഞങ്ങളെ ഉണർത്തുമല്ലോ എന്നൊരു തിരിച്ചൊരു വാക്ക് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. രണ്ട് കൈ കൊണ്ട് തങ്ങളിങ്ങനെ കാലിലേക്ക് ഇങ്ങനെ മുട്ടി മേടിക്കൊണ്ട് കാലിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് തങ്ങൾ പറഞ്ഞു, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദലാ, മനുഷ്യന് പ്രകൃതിപരമായൊരു സ്വഭാവമുണ്ട്. എന്ത് ഉപദേശിച്ചു കൊടുത്താലും ഒന്ന് ക്രോസ് ചെയ്യുന്ന സ്വഭാവം, അത് മനുഷ്യന്റെ പ്രകൃതിപരമായൊരു സ്വഭാവമാണ്. നല്ലതാന്നൊക്കെ അറിയും, എന്നാലും ചിലപ്പോഴുണ്ടാകും അതിനൊരു എതിർപ്പ്, ഒരു മറുവാക്ക്. അത് മനുഷ്യന്റെ പ്രകൃതിപരമായൊരു സ്വഭാവമാണ്. ആ ആയത്തും ഓതിയിട്ട് തങ്ങൾ തിരിച്ചു നടന്നു. അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയും എഴുന്നേറ്റില്ലേ?